നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ സൗമ്യ, അനു ഇപ്പൊ ശാലിനിമേടത്ത് കാണാനല്ലേ പോയിരിക്കുന്നേ? അതെ. ശാലിനിമേടത്തോട് ഇപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന് പറയേ. എന്താ സൗമ്യ? ശാലിനി മാഡം ഇപ്പൊ കളക്ട്രേറ്റിലോട്ട് വന്നോണ്ടിരിക്കുക. മാഡത്തിന്റെ കാറിലാ ഞാൻ. എന്താ അനു? മാഡം ആ ന്യൂസ് ചാനലൊന്ന് വച്ചു നോക്കി. ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ എന്നെ കുരിശിലേറ്റാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് വസ്തുതാവിരുദ്ധമാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വവും ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനാണ്. നിങ്ങളായിരുന്നില്ലേ ഏണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ? തുടക്കത്തിലായിരുന്നു. അതിനുശേഷം എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കളക്ടർ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായിരുന്നു ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള കാര്യം? ഫയലിൽ ഒപ്പിടാൻ ഞാൻ വിസമ്മതിച്ചതുകൊണ്ട്. എന്തായിരുന്നു താങ്കൾ ഒപ്പിടാൻ വിസമ്മതിച്ചതിന്റെ കാരണം? പദ്ധതികളുടെ പേരിൽ കോടികളുടെ അഴിമതി നടക്കുന്നുണ്ടെന്ന് ഞാൻ സംശയിച്ചു. അതുമാത്രമല്ല, സർക്കാർ കരിമ്പെട്ടിയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയെ പദ്ധതിയിൽ തിരികെ കയറ്റുകയും ചെയ്തു. താങ്കൾ ഒപ്പിടാൻ വിസമ്മതിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? കളക്ടർ എന്നോട് തട്ടിക്കയറുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. എന്റെ കയ്യിൽ നിന്ന് ഫയൽ തട്ടിപ്പറിക്കും പോലെ വാങ്ങി ഒപ്പിട്ട് നൽകിയായിരുന്നു. അഴിമതി ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതിന് എന്നോടെന്തോ പ്രതികാര ബുദ്ധിയുള്ളതുപോലെ. അതുകൂടാതെ എന്നെ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി മേഡം തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ അഴിമതിക്കും ക്രമക്കേടിനും ഇപ്പോഴത്തെ ഈ കൂട്ടക്കുരുതിക്കും പിന്നിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആണെന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറയില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെയും നിങ്ങളുടെയൊക്കെ ജോലിയാണ്. അതെ പ്രശാന്ത്, ചൈന കോളനിയിലെ കുട്ടികൾക്കുണ്ടായ ഭക്ഷ്യവിഷബാധ പുതിയ മാനങ്ങളിലേക്ക് കടക്കുകയാണ്. ചെറുമീനുകളല്ല, വമ്പൻ സ്രാവുകൾ തന്നെയുള്ള വലിയൊരു ക്രമക്കേടിന്റെ ചുരുൾ അഴിയുകയാണ് ഇവിടെ. കരിപ്പട്ടികയിൽപ്പെട്ട കമ്പനിയിൽ നിന്നും കോടികളുടെ കോഴപ്പണം പറ്റി ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഗിനിപ്പന്നികളാക്കുകയും കൂട്ടക്കുരുതിക്ക് ഇരയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാഡം, ഇത്രയും കണ്ടത് മതി മാഡം. അനു, എന്നെ കുറിച്ചുള്ള വാർത്ത ഞാൻ കാണണ്ടേ? മാഡം ഇനി കുറച്ച് ദിവസത്തേക്ക് ചാനലുകളും പത്രങ്ങളും ഒന്നും കാണണ്ട. ഇതെല്ലാം ഒന്ന് ആറി തണുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. രാമേട്ട കാറ് തിരികെ നമുക്ക് മടങ്ങിപ്പോവാം. കാറ് തിരികെ രാമേട്ട. നമ്മൾ കളക്ടറേറ്റിലേക്ക് പോകുന്നില്ല. ശരി. രാമേട്ട, കാറ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഭക്ഷ്യവിഷബാധയേറ്റ ചൈന കോളനിയിലെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക്. ഇറ്റ്സ് ആൻ ഓർഡർ. ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.